പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ദൈവവചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗ്ഗത്തിലെ ദൈവം ഉത്തരം തരുമാറാകട്ടെ. ഈ ദൈവത്തിൻ്റെ വചനം വ്യക്തിപരമായി നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദൂതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, എവിടെയൊക്കെയോ മനസ്സിനകത്ത് ഒരു ശൂന്യത അനുഭവപ്പെടുകയാണ്. സാഹചര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല ഇപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ മുമ്പോട്ട് നോക്കുമ്പോൾ, ഇപ്പോഴുള്ള എൻ്റെ സിറ്റുവേഷൻ വെച്ച് ഞാൻ മുമ്പോട്ട് നോക്കുമ്പോൾ ഞാനൊരു പ്രതീക്ഷ കാണുന്നില്ല, പ്രതീക്ഷയ്ക്കൊരു വക കാണുന്നില്ല. അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് ഞാൻ മുൻപോട്ടെടുത്ത് വെക്കേണ്ടത് എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല. അങ്ങനൊരു സിറ്റുവേഷനിലാണോ നിങ്ങൾ? ഇന്ന് ഈ ദൂത് നിങ്ങൾക്കുള്ളതാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമുക്കറിയാം, ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഒരു മനുഷ്യനായിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വായിക്കാൻ കഴിയും. യേശു കർത്താവ് സ്നാനമേറ്റ് കഴിഞ്ഞ ഉടനെ മരുഭൂമിയിലേക്ക് പോകുന്നൊരു രംഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 14-ാം വാക്യവും ഞാനിവിടെ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യവും 14-ാം വാക്യവും ഇങ്ങനെ വായിക്കുന്നത്: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇനി 14-ാം വാക്യം: യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ഈ രണ്ട് വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ, സ്നാനപ്പെട്ട് കഴിഞ്ഞ യേശു കർത്താവ് യോർദാൻ നദി സ്നാനപ്പെട്ട് കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് പോവുകയാണ്. ബൈബിളിൽ നമ്മൾ മരുഭൂമി എന്ന് കാണുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സൈനല്ല, ഒരു നെഗറ്റീവ് ഫിഗറാണ് മരുഭൂമിക്കുള്ളത്. പലതരത്തിലുള്ള മരുഭൂമിയെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. മരുഭൂമിയിൽ വെള്ളമില്ല, മരുഭൂമിയിൽ ഭക്ഷണമില്ല, മരുഭൂമിയിൽ ചൂടാണ്, വാടിപ്പോകും, വീണുപോകും, തളർന്നു പോകും. എന്നാൽ ഈ മരുഭൂമിയെ യേശു എങ്ങനെയാണ് ഫേസ് ചെയ്തത് എന്ന് ഈ വാക്യത്തിലൂടെ വ്യക്തമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് എല്ലാ ദിവസവും സന്തോഷമായിരിക്കത്തില്ല, എല്ലാ ദിവസവും നമ്മൾ പ്രതീക്ഷിച്ചതായിരിക്കത്തില്ല. മരുഭൂമിയിലൂടെ നമ്മൾ പോകും. മരുഭൂമി എന്ന് പറഞ്ഞാൽ ഒരു ശൂന്യതയാണ്. പ്രതീക്ഷ കാണുന്നില്ല, മറ്റേ അറ്റം നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ കടന്നു പോകുന്ന വഴി മുന്നോട്ട് നോക്കുമ്പോൾ അങ്ങ് നീണ്ട് വിശാലമായിട്ട് കിടക്കുകയാണ്, കിലോമീറ്റർ കിടക്കുകയാണ്. അടുത്ത എൻഡ് എന്താണ് എന്നറിയത്തില്ല, ഏത് ഡയറക്ഷനിൽ പോകുമെന്നറിയത്തില്ല. ഹൃദയത്തിനകത്തൊരു ശൂന്യതയാണ്. അങ്ങനെ വളരെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തൊരു സാഹചര്യം, അതാണ് ഈ മരുഭൂമിയെ കാണിക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ, ഈ ഒരു പ്രത്യേക നിമിഷത്ത് ഈ ഒരു വചനം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. മരുഭൂമിയെ നാം ഫേസ് ചെയ്യേണ്ടത് ബുദ്ധി കൊണ്ടല്ല, മരുഭൂമിയെ നമ്മൾ ഫേസ് ചെയ്യുന്നത് അറിവ് കൊണ്ടല്ല, പരിചയസമ്പത്ത് കൊണ്ടല്ല. മരുഭൂമിയെ നാം ഫേസ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. ഒരു വ്യക്തി, ഒരു ദൈവ പൈതൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവവചനപ്രകാരം പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മുൻപോട്ട് പോകുന്നൊരു ദൈവ പൈതൽ നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ്. എത്രയോ ഭാഗ്യം ചെന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗങ്ങൾക്കനുസരിച്ച് ചലിക്കപ്പെടുക എന്ന് പറയുന്നത്, മുൻപോട്ട് സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. യേശു കർത്താവിനെ കുറിച്ചുകൂടെ വായിച്ചത്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ്, പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രാർത്ഥിക്കുന്നവരോടൊരു ദൂത് പറയാം. നിങ്ങളെടുത്ത ഓരോ സ്റ്റെപ്പും പ്രാർത്ഥിച്ചാണ് ഇവിടെ വരെ വന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുവെങ്കിൽ, ബ്രദറെ, പാസ്റ്ററെ, പ്രാർത്ഥിച്ചാൽ ഞാനിവിടം വരെ വന്ന്. എൻ്റെ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിനകത്ത് പുറമേ മനുഷ്യൻ കമൻസ് പറയുമെങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇതുവരെ വന്നത്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതമാകട്ടെ, എൻ്റെ ജീവിതമാകട്ടെ, ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് പ്രാർത്ഥനയോടാണ്.
പല പരാജയങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, പല ശൂന്യതകളും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, പല ക്വസ്റ്റ്യന്മാർക്കും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ പ്രാർത്ഥിച്ചാണ് ഇതുവരെ വന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ സാഹചര്യം എത്ര നെഗറ്റീവാണെങ്കിലും, ഇപ്പോഴത്തെ സാഹചര്യം മരുഭൂമിയാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുൻപോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ആ അവസ്ഥയ്ക്കകത്ത് വെളിപ്പെടുത്തും. നോക്കിക്കേ, പരിശുദ്ധാത്മാവാണ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മൾ പോകുമെന്ന് വിചാരിക്കരുത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ആത്മാവിലാലാണോ പോയത്, പരിശുദ്ധാത്മാവാണോ നമ്മളെ കൊണ്ടുപോകുന്നത്? ഞാനൊരു കാര്യം പറയാം, പരാജയപ്പെടത്തില്ല. ബാക്കി കാര്യം പരിശുദ്ധാത്മാവ് നോക്കിക്കോളും. 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം കുറച്ചുകൂടെ വ്യക്തമാണ്. തിരിച്ചു മരുഭൂമി വിട്ട് തിരിച്ചു വരുമ്പോൾ, അങ്ങോട്ട് പോയത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ്. തിരിച്ചു വരുമ്പോൾ ഒരു പദം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വായിക്കുന്നത്, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ശ്രദ്ധിച്ച് കേട്ടോ, ആത്മാവിൻ്റെ ശക്തിയോടെ. നിങ്ങൾ മരുഭൂമിയെ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെ? ആത്മാവിൻ്റെ ശക്തിയോടെ. പിറുപിറുപ്പോടോ ദേഷ്യപ്പെട്ടോ നിരാശപ്പെട്ടോ ഒന്നുമല്ല, ആത്മാവിൻ്റെ ശക്തിയോടെ ഫേസ് ചെയ്യണം. ഞാൻ പറഞ്ഞു, മരുഭൂമിയിൽ ഒരു വ്യക്തി നിന്നാൽ കടലിൻ്റെ നടുക്ക് നിൽക്കുന്ന പോലെ അടുത്ത എൻ്റെ എവിടാണെന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണത്തില്ല. ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക, ഒരേ കളറ്, കാറ്റ്, പൊടിക്കാറ്റ്, ആ മേളിലോട്ട് നോക്കിയ ആകാശം, ചൂട്, മുൻപോട്ട് നോക്കിയാൽ പുറകോട്ട് നോക്കിയാൽ വശങ്ങളിലേക്കൊക്കെ ഒന്നും കാണത്തില്ല, എൻ്റെ അറിയത്തില്ല. വെറുതെ ഒരു വ്യക്തിയെ മരുഭൂമി കൊണ്ടിട്ട് എങ്ങോട്ട് പോവും? അലഞ്ഞു പോവും. അതുപോലാണോ ജീവിതം? ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാരം ഉള്ളിൽ കയറുകയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്ത വിട്ടിട്ട് ശ്രദ്ധ മാറ്റുന്ന ചിലരോട് പറയുകയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം, ചില കാര്യങ്ങളെക്കുറിച്ച് ജീവിതത്തിനകത്ത് ഓർക്കുമ്പോൾ അതെന്തായി തീരുമെന്ന് ഉള്ള ഭാരം അകത്ത് കിടക്കുന്നത് നിമിത്തം അത് മറക്കാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല, ഞാൻ ആ ചിന്ത വിടുക. ഭാരപ്പെടണ്ട. ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ചെയ്യും. യേശുവിൻ്റെ മിനിസ്ട്രി ആരംഭിച്ചത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ്. അടുത്ത പദം ഉപയോഗിച്ചത് ആത്മാവിൻ്റെ ശക്തിയോടെ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുക, കർത്താവേ, ആത്മാവ് നിറഞ്ഞവളായി ജീവിപ്പാൻ, ആത്മാവ് നിറഞ്ഞവനായി ജീവിപ്പാൻ എന്നെ സഹായിക്കണേ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു ഡിസിഷൻ ദൈവത്തിൻ്റെ സന്നിധി എടുക്കാമോ? ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാമോ? കർത്താവെ, ആത്മാവിൻ്റെ ശക്തിയോടെ മുൻപോട്ട് പോകാൻ എന്നെ സഹായിക്കണേ. ആത്മാവിൻ്റെ ശക്തിയോടെ നീ മരുഭൂമിയെ ഫേസ് ചെയ്യും. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഫുൾ ഓഫ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ മരുഭൂമിയെ നോക്കി ആത്മാവിൽ ഈ വചനം വിളിച്ചു പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, നീ ഈ മരുഭൂമി ഒഴിഞ്ഞു പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്, ആത്മാവിൻ്റെ ശക്തിയോടെ ഈ മരുഭൂമിയെ ഫേസ് ചെയ്യണം. മരുഭൂമിയിൽ സുഖകരമായൊരു ജീവിതമല്ലായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ 40 ദിവസം ഉപവാസത്തിൽ നടന്നത്. 4-ാം അധ്യായം മത്തായി ഇങ്ങനെ എഴുതിയേക്കുന്നത്, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്നാണ്. മരുഭൂമി കൊണ്ട് നിർത്തിയത് സുഖവാസത്തിനല്ല, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അത് കേൾക്കുമ്പോൾ അല്പം പ്രയാസം തോന്നുമെങ്കിലും അവിടെ ചിലതൊക്കെ തെളിയിക്കപ്പെട്ടു. പിശാചിൻ്റെ മുമ്പിൽ അടിയറവ് പറയുന്നവനല്ല ക്രിസ്തുവെന്നും, ദൈവപുത്രനാണെന്ന് പിശാചിൻ്റെ മുമ്പിലും, അതുപോലെ തന്നെ പിശാചിൻ്റെ തന്ത്രങ്ങളുടെ മുമ്പിൽ, പ്രലോഭന മുമ്പിൽ ജയിച്ചവനാണ് ക്രിസ്തുവെന്നും തെളിയിക്കപ്പെടുകയാണ് ആ പരീക്ഷയുടെ മുമ്പിൽ. മരുഭൂമിയിലേക്ക് നീ പോകുമ്പോൾ നീ പ്രതീക്ഷിക്കാത്തത് അവിടെ നിന്നെ ഫേസ് ചെയ്യാൻ കാത്തിരിപ്പുണ്ട്. നീ ഇഷ്ടപ്പെടുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല അവിടെ നിൽക്കുന്നത്. നീ ആത്മാവിനാലാണ് മരുഭൂമിയിൽ വന്നതെങ്കിൽ പിശാചിനാൽ നീ പരീക്ഷിക്കപ്പെടും. പക്ഷേ ആ പരീക്ഷയിൽ നീ തോറ്റുപോകത്തില്ല. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ചിലതൊക്കെ ആ പരീക്ഷയിൽ ദൈവം തെളിയിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഈ ഒരു പരിശോധന കാലഘട്ടത്തിൽ ഈ മരുഭൂമിയിൽ ദൈവം ഞാൻ ആരാണെന്നും എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം എന്താണെന്നും എൻ്റെ മേൽ കിടക്കുന്ന കൃപ എന്താണെന്നും ദൈവം തെളിയിക്കുമെന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ എത്ര പ്രിയപ്പെട്ടവർക്ക് ആമേൻ പറയാൻ പറ്റും?
തെളിയിക്കപ്പെടും. ഈ മരുഭൂമിയിൽ ചിലത് തെളിയിക്കപ്പെടും. നിൻ്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ തെളിയിക്കപ്പെടും. നിന്നെക്കുറിച്ചുള്ള വിളി തെളിയിക്കപ്പെടും. നിൻ്റെ മേലുള്ള അഭിഷേകം തെളിയിക്കപ്പെടും. നിൻ്റെ മേൽ കിടക്കുന്ന ദൂത് തെളിയിക്കപ്പെടും. അത് തെളിയിക്കപ്പെടുന്നത് ഈ മരുഭൂമിയിലാണ്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനാണ് യേശു മരുഭൂമിയിൽ വന്നത്. മർക്കോസ് 1:12-13 ഈ ഒരു ആ കാലത്തെക്കുറിച്ച്, ആ ഒരു സമയത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ: അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടിയായിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. നോക്കിക്കുക, മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടി. അതൊക്കെ ഒത്തിരി അർത്ഥമുള്ളതാണ്. മരുഭൂമി വിശുദ്ധ വേദപുസ്തകത്തെ പല തരത്തിലാണ് മൃഗങ്ങളെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അവിടെ കാട്ടുമൃഗങ്ങളോടുകൂടിയായിരുന്നു. അതിനാണോ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ചോദിക്കരുത്, ഇതിനാണോ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഈ കാട്ടുമൃഗങ്ങളാണല്ലോ എൻ്റെ ചുറ്റുമുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു മലർവാടിയെ, പക്ഷേ ഇവിടെ ഞാനായിരിക്കുന്ന മരുഭൂമിയാണ്. പ്രതീക്ഷിക്കാത്തതാണ് സംഭവിക്കുന്നത്. പരിശോധനയാണ്, പ്രലോഭനമാണ്, സ്ട്രഗിളാണ്. പേടിക്കണ്ട. പരിശുദ്ധാത്മാവിനാലാണോ വന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടാണോ നിൽക്കുന്നത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായിട്ടാണോ നിൽക്കുന്നത്? പേടിക്കണ്ട. ഒറ്റ വാക്ക് മനസ്സിനകത്ത് കുറിക്കണം: ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിച്ചാൽ, പരിശുദ്ധാത്മ നിറവിൽ ഞാൻ ജീവിച്ചാൽ ഈ മരുഭൂമി എനിക്ക് അതിജീവിക്കാൻ പറ്റും. സഹോദര സഹോദരി, മാതാവ്, പിതാവേ, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വചനമാണിത്. ഇതിനെ സ്വീകരിക്കുക, തീരുമാനമെടുക്കുക. ആത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ ജീവിച്ചാൽ എനിക്കിതിനെ അതിജീവിക്കാൻ പറ്റും. നിന്നെ സഹായിക്കാൻ ആരുമില്ല. നിനക്ക് അഭിപ്രായം ചോദിക്കാൻ ആരുമില്ല. നിനക്ക് കൈത്താങ്ങൽ തരാൻ ആരുമില്ല. നീ ഒറ്റയ്ക്കാണ്. അങ്ങൊറ്റയ്ക്കാണ് ബ്രദർ, അങ്ങൊറ്റയ്ക്കാണ് സിസ്റ്റർ. ബട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായി ജീവിക്കാമോ? ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിക്കാമോ? മരുഭൂമിയെ താങ്കൾക്ക് അതിജീവിക്കാൻ പറ്റും. ആത്മാവിൻ്റെ ശക്തിയാൽ ഇതിനെ അതിജീവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനാൽ ഇതിനെ അതിജീവിക്കാൻ പറ്റും. മരുഭൂമി എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് നീര് ഉറവകൾ ഉണ്ടാക്കാൻ, നദികൾ ഉണ്ടാക്കാൻ ദൈവത്തിന് പറ്റുമെന്ന് യെശയ്യാവ് 43:19 പറയുന്നു. മരുഭൂമിയെ കൊണ്ടിടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇതിനകത്തും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന്, ഇതിനകത്തും വഴിയുണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവം നിന്നെ തെളിയിക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ പഠിപ്പിക്കാൻ പോവുകയാണ്, മനസ്സിലാക്കി തരാൻ പോവുകയാണ്. അതുകൊണ്ട് മരുഭൂമിക്ക് സമാനമായ സാഹചര്യത്തെ ഫേസ് ചെയ്യുന്നത് ആത്മാവിൻ്റെ ശക്തിയോടെ. ആ പദം മറന്നു പോകല്ലേ. ആത്മാവിൻ്റെ ശക്തിയോടെ, ആത്മാവിൻ്റെ ശക്തിയോടെ, ആത്മാവിൻ്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ. ആവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഈ മരുഭൂമിയെ അതിജീവിക്കാൻ നിനക്ക് പറ്റും. വിശുദ്ധ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആത്മാവിനാൽ എന്നുള്ളൊരു വാക്ക്, ബൈ ദ സ്പിരിറ്റ്, ത്രൂ ദ സ്പിരിറ്റ്, ബൈ ദ ഹെൽപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ എന്നൊരു വാക്ക് പല തവണ നമുക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളില്ലേ? ഉത്തരം കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക്. ആത്മാവിനാൽ. പറഞ്ഞേ, എങ്ങനെയാണ് കുഞ്ഞിൻ്റെ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കില്ലേ? എങ്ങനെ? ഉത്തരവുണ്ട്, ആത്മാവിനാൽ, ആത്മാവിൻ്റെ ശക്തിയാൽ. നിങ്ങളുടെ ആ വീടിൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണല്ലോ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ അസ്വസ്ഥതയാണല്ലോ. എന്തു ചെയ്യും? ഞാൻ ഭാരപ്പെടുന്നില്ല. ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ, ആത്മാവിൻ്റെ ശക്തിയാൽ ഞാനതിനെ തരണം ചെയ്യും. നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ അടുത്ത ദിവസങ്ങളിൽ അതിനെ ഫേസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ? എനിക്ക് പേടിയില്ല. ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ടല്ലോ, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ വാഗ്ദത്തം ഒന്നും നടക്കാൻ സാധ്യതയില്ലല്ലോ. കാരണം ഈ ലോകത്തിൻ്റെ അവസ്ഥയൊക്കെ അങ്ങനെയാണല്ലോ. ഞാനായിരിക്കുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. ഞാനായിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ എക്കോണമി അങ്ങനെയാണല്ലോ. നിയമങ്ങൾ അങ്ങനെയാണല്ലോ. എന്തു ചെയ്യും? പറയണം, അതൊന്നും എനിക്ക് വിഷയമില്ല. ആത്മാവിനാൽ, ആത്മാവിൻ്റെ ശക്തിയാൽ. ഭാര്യ ഭർത്താവിനോട് പറയണം, അച്ഛാ, ആത്മാവിനാൽ നമ്മളിതിനെ നേരിടും, ആത്മാവിൻ്റെ ശക്തിയാൽ നേരിടും. കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട്, ഇന്ന് ഫോൺ വിളിച്ചിട്ട് പറയും, മോനെ, വിദേശ രാജ്യത്തേന് വിളിച്ചു, മോനെ, ആത്മാവിൻ്റെ ശക്തിയാൽ നീ അവിടെ നിൽക്കുക, പരിശുദ്ധാത്മാവിനാൽ നീ അത് നേരിടുക. ശുശ്രൂഷകന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയാം, അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിൽക്കുക ബ്രദർ, പാസ്റ്റർ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിൽക്കുക, ആത്മാവിനാൽ നിൽക്കുക, ധൈര്യപ്പെടുത്തണം. ആമേൻ.
ദിവസം വായിക്കുമ്പോൾ ആത്മാവിനാൽ എന്നുള്ള പദമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുവാൻ പുതിയ നിയമവിശ്വാസികളെ ദൈവത്തിൻ്റെ വചനം പല ആവർത്തി പ്രബോധിപ്പിക്കുന്നുണ്ട്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ, ഗൈഡൻസ് ഇല്ലാതെ, പരിശുദ്ധാത്മാവിൽ വസിക്കാതെ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധ്യമല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ സാധ്യമല്ല. നമ്മളെപ്പോഴും ദൈവത്തിൽ അകറ്റുന്നത് പാപമാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുമെന്നൊക്കെ പറയുന്നു. ലോകമോഹം, ജഡമോഹം, കൺമോഹം, യൗവനമോഹം, ധനമോഹം, അങ്ങനെ ഒരുപാട് മോഹങ്ങളുണ്ട്. അത് പാപത്തിലേക്ക് വഴിതെളിക്കുന്നതാണ്, ലസ്റ്റ്. എന്നാൽ ഇതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാ? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, റോമർ 8:13-14, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അടുത്തത്, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരെ ഇവന് ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഒറ്റ വാക്കാ പറയുന്നത്, ആത്മാവിനാൽ. എങ്ങനെ പാപത്തെ അതിജീവിക്കുന്നത്? ആത്മാവിനാൽ. പാപഭങ്കുരമായ ലോകത്ത്, മോഹഭങ്കുരമായ ലോകത്ത് എങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്നത്? ഒറ്റ ആൻസറേ ബൈബിൾ പറയുന്നുള്ളൂ, ആത്മാവിനാൽ. പരിശുദ്ധാത്മാവില്ലാതെ നിനക്ക് പറ്റത്തില്ല. ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ. കണ്ടോ? ആത്മാവിനാൽ. പറഞ്ഞേ, ആത്മാവിനാൽ. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. എഫേസ്യ ലേഖനം 3:16 വായിക്കുന്നു, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടും. നോക്കിക്കേ, ആത്മാവിനാൽ. ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഇന്നർ മാനെ സ്ട്രോങ് ആക്കണം. പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തണം. പുറത്തൊരു മനുഷ്യനുണ്ട്, അകത്തൊരു മനുഷ്യനുണ്ട്. ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അകത്ത് കിടക്കുന്ന ആത്മമനുഷ്യനാണ്. കുറേ നാൾ പ്രാർത്ഥനയും ആരാധനയൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല, പക്ഷേ ആരാധിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ള തോന്നൽ അകത്ത് കൊണ്ടുവരുന്നത് അകത്തെ മനുഷ്യനാണ്. പുറമേ ഉള്ളവന് രോഗമുണ്ട്, പക്ഷേ അകത്തെ ഉള്ളവന് അതൊന്നും വിഷയമില്ല, അതിനെ അതിജീവിക്കും. അതാണ് 2 കൊരിന്ത്യർ 4:16 വായിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ സഹോദര സഹോദരി, പുറമേയുള്ള മനുഷ്യർ എന്തായാലും ക്ഷയിക്കുമെന്ന് നമുക്കറിയാം അല്ലേ? ഇപ്പോൾ വയസ്സെത്രയായി? ഇത്രയും പ്രായമായോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുന്നില്ലോ. ഈയടാ എനിക്ക് ഇത്രയും വയസ്സായോ? ചില ആളുകൾ അവരുടെ ബന്ധത്തിലുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ, ഇന്ത്യ മോൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ പറയും, അവൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇപ്പുറത്തുനിന്ന് കോള് അറ്റൻഡ് ചെയ്ത ആൾ പറയും, ആഹാ കല്യാണം കഴിഞ്ഞോ? ഇത്രയും കൊച്ചു പ്രായത്തിൽ കണ്ടത്, കല്യാണം കഴിഞ്ഞോ? പിള്ളേരൊക്കെ ആയോ എന്ന് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ സമയം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക, പ്രായം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ശരീരം ഒരിക്കലും മുൻപോട്ട് ദിവസങ്ങൾ കടന്നു പോകും തോറും ആരോഗ്യപ്പെടുവല്ല, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുക, ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ പൗലോസ് പറയും, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിൽ ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക, റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതാ പറയുന്നത്, എങ്ങനെ ഈ അകത്തെ മനുഷ്യനെ റിന്യൂ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനാൽ, ആത്മാവിൻ്റെ ശക്തിയാൽ. ആമേൻ. സെരുബാബേൽ ദേവാലയം പണിയുന്ന സമയത്ത് പലവിധ കൺഫ്യൂഷൻസ്, ടെൻഷൻസൊക്കെ സെരുബാബേലിനുണ്ടായിരുന്നു. അപ്പോൾ സെരുബാബേൽ അടിസ്ഥാനമൊക്കെ ഇട്ടു, പക്ഷെ ഇത് പൂർത്തീകരിക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട് സെരുബാബേലിനോടുള്ളത് സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് അരുളി ചെയ്തു. സെരുബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതം നീ സമഭൂമിയായിത്തീരും, അതിന് കൃപ നാർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ സെരുബാബേലിൻ്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവൻ്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളെ യഹോവ എന്നെ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയും. പറയുകയാണ്, ഈ ആലയത്തിൻ്റെ അടിസ്ഥാനം നീ ഇട്ടിരിക്കുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പക്ഷേ ദൈവം, യഹോവയായ ദൈവം സെരുബാബേലിനോട് പറയുകയാണ്,
പറയുകയാണ്, സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ. നിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം നീ ആരാണ്? പർവ്വതമേ നീ സമഭൂമിയായി തീരും. എങ്ങനെ? സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ. എൻ്റെ ആത്മാവിനാൽ. എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ അതിജീവിക്കുന്നത്? സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ. എന്നോടുള്ള ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ, എന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എങ്ങനെയാണ് നിവൃത്തിയാകുന്നത്? സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ. ഇനി മെസ്സേജ് കേൾക്കുന്ന സഹോദരങ്ങളോട് ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം. സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ. മരുഭൂമിയെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ആത്മാവിൻ്റെ ശക്തിയാൽ. മരുഭൂമിയിൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ നേരിടുന്നത് എങ്ങനെയാണ്? സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ കാട്ടുമൃഗങ്ങൾക്ക് സമാനമായ അന്തരീക്ഷത്തിൽ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കുന്നത്? ഒറ്റ വാക്കേ ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളൂ, ആത്മാവിൻ്റെ ശക്തിയാൽ. പക്ഷെ ഒരു തീരുമാനം ജീവിതത്തിൽ എടുക്കണം കേട്ടോ. ഗലാത്യലേഖനം 5:25 വായിക്കുന്നു. എന്താ പറയുന്നത്? ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഒരുപാട് വേദഭാഗത്ത് ആത്മാവിനാൽ എന്ന് കാണുമ്പോൾ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ആത്മാവിനാലാണോ നീ നടക്കുന്നത്? നിനക്ക് ആത്മാവിനാലല്ലാത്തൊരു ജീവിതം ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു ക്രിസ്തീയ ജീവിതം ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ പ്രതിസന്ധി അതിജീവിക്കണമെങ്കിൽ അത് നിൻ്റെ ജോലി സ്ഥലത്താകാം, വീട്ടിലാകാം, നീ ആയിരിക്കുന്ന സമൂഹത്തിനകത്താകാം, എവിടെ ആയിക്കോട്ടെ. പക്ഷേ അതിജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാലേ നടക്കത്തുള്ളൂ. മരുഭൂമിയെ മലർവാടിയാക്കി തീർക്കും. അടിസ്ഥാനമിട്ടതിനെ പൂർത്തീകരിക്കും. മരുഭൂമിയിൽ വഴി ഉണ്ടാക്കിത്തരും. അടഞ്ഞതിനെ തുറക്കും. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നന്നായിട്ട് നിൻ്റെ ജീവിതത്തെ മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവിൽ നീ ആശ്രയിക്കുമ്പോൾ നടത്തും. ദൈവത്തിൻ്റെ ആത്മാവിന് അതിന് കഴിയും. പരിശുദ്ധാത്മാവിനെ തടയാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. പക്ഷേ സഹോദര സഹോദരി, ഒരു തീരുമാനമെടുക്കുക. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കും. പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുടെ ആത്മാവാണ്, വിശുദ്ധിയുടെ ആത്മാവാണ്. അങ്ങനെയാണ് ഡിസിച്ചെടുക്കുക. കർത്താവ്, ഇന്നത്തെ ദിവസം അല്ല, എനിക്ക് ദൈവം തരുന്ന ഈ ആയുസ് ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ ഞാൻ തീരുമാനമെടുക്കുകയും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവവചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ, ആത്മാവിനാൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ, ആത്മാവിൻ്റെ ശക്തിയാൽ മരുഭൂമിയെ മറികടക്കാൻ അങ്ങയുടെ മക്കൾക്ക് കൃപ തരണമേ. ഈ ദൂത് വ്യക്തിപരമായി എന്നോട് സംസാരിച്ചതിന് ആമേൻ പറയുന്ന സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദൂത് കേട്ട സകല സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കണമേ. ആത്മാവിൻ്റെ ശക്തിയാൽ ചതിനെ അതിജീവിപ്പാൻ കൃപ കൊടുക്കണമേ. വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ അങ്ങ് കേൾപ്പിക്കണമേ. അത്ഭുതങ്ങളുടെ സാക്ഷ്യം അങ്ങ് കേൾപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടേ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു.